ഫ്ലവർ, ബ്രെഡ്, മുട്ട വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കണം. ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ബ്രെഡ് പൊടിച്ചെടുത്തു. കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം കഴുകി മാറ്റി വെച്ച്. ഇതൊരു കോളിഫ്ലവറാണ് കേട്ടോ. 2 മുട്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, ഒരു നുള്ളു മുളകും പൊടി, കുരുമുളകും പൊടി ഇട്ട് മിക്സ് ചെയ്തത്. ഇത് ബ്രെഡ് പൊടിച്ചത്. ഇനി ഇത് മുക്കി ഇതെടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി ഇതിലിടാം. ഇതിപ്പോൾ അതേ ചീനച്ചട്ടിയിൽ ഞാൻ ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ, ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഓരോന്ന് മുക്കി എടുക്കാം. ഇനി ഓരോന്ന് മുക്കിയെടുക്കാം. ഇതിൽ ഇത് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ബ്രെഡിലിട്ടിട്ട് മുക്കിയെടുക്കാം, പരട്ടിയെടുക്കാം. അങ്ങനെ പുരട്ടിയെടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് പിന്നെ മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയത് നമ്മൾ ഓയിലിടാം. ഇതുപോലെ ഓരോന്നും മുക്കി പൊരിച്ച് എടുക്കാം. അങ്ങനെ ഒരു പുറം വെന്തു. ഇനി നമുക്ക് മറിച്ചിടാം. ഈ മറിച്ചിട്ടിട്ട് അടുത്ത പുറം വെന്ത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ പുരട്ടി ഇത് കണ്ട നല്ല ഒരു സ്നാക്കാണത്. കണ്ട ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി ഇനി അടുത്തതിടാം. ഇനി അടുത്തത് ഇടാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇതെല്ലാം ഇതുപോലെ മുക്കി പൊരിച്ച് ഇതുപോലെ ഇതുകൊണ്ട ഇതുപോലെ നമുക്കെല്ലാം മുക്കി പൊരിച്ചെടുക്കാം. ഇത് കണ്ട നല്ല മൊരിഞ്ഞ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത്. ഇങ്ങനത്തെ ഉണ്ടാക്കി തിന്ന് നോക്ക്. ഇതേപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ എല്ലാം പൊരിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.